പിന്നെ ധാരാളം വിജയ് ഈ റാലിയിലേക്ക് വരുന്ന ധാരാളം യുവജനങ്ങളുണ്ട്. അവരുടെ ചോദിക്കുമ്പോഴത്തേക്ക് അവരോട് ഞങ്ങൾക്ക് വോട്ടില്ല, പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വോട്ട് ഇടാൻ ഞങ്ങൾ പ്രേരിപ്പിക്കുക, അങ്ങനത്തെ രീതിയിലാണ് പറയുന്നത്. എത്രത്തോളം അത് സക്സസ്ഫുൾ ആവും എന്നുള്ളത് കണ്ടറിയണം. രസകരമായിട്ടുള്ളൊരു വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ റാലിക്ക് എന്തെങ്കിലും ഒരു തടസ്സങ്ങളോ വല്ലതും ഉണ്ടോ? ഞാനതങ്ങനെ ശ്രദ്ധിച്ചില്ല. ഇപ്പോൾ ഇന്ന് ട്വിറ്ററിൽ കണ്ടൊരു പോസ്റ്റാണ്. കാരണം നമ്മുടെ ആന്ധ്രാപ്രദേശിലെ പവൻ കല്യാണ്. അപ്പോൾ അദ്ദേഹം ഇപ്പം അവിടെ ആന്ധ്രാപ്രദേശിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂടെ ജനസേന എന്നുള്ളൊരു പാർട്ടി ഭരണത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ കുറച്ച് ഇഷ്യൂസും ചന്ദ്രബാബു നായിഡുവിൻ്റെ അറസ്റ്റും കാര്യങ്ങളുമായിട്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രൊട്ടസ്റ്റ് ഭയങ്കര വല്ലാത്ത രീതിയിലൊരു നാടകീയമായിട്ടുള്ള, കാരണം അദ്ദേഹം നിങ്ങൾ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അദ്ദേഹം കാറിൻ്റെ റൂഫിൻ്റെ മുകളിൽ കയറിയിരുന്ന് പ്രതിഷേധിക്കുക, റോഡിൽ കിടന്ന് പ്രതിഷേധിക്കുക. പക്ഷെ അതൊന്നും അതിനാടകീയമായിട്ട്, പക്ഷെ അതെല്ലാം ആന്ധ്രയിൽ ഭയങ്കര ആൾക്കാർ ആ ഒരു വികാരം ഉണർത്തുന്ന രീതിയിൽ ഭയങ്കര ശക്തമായിട്ട് ഇന്നും അവർ പറഞ്ഞു. അപ്പോൾ ചിലരൊക്കെ പറഞ്ഞു വിജയിക്കുവാണെങ്കിൽ ആ ഒരു രീതിയിൽ പുള്ളിക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോൾ ഇങ്ങനെ കാറിൻ്റെ മുകളിൽ കയറിയിരുന്നിട്ട് പ്രതിഷേധിക്കുക എന്നൊക്കെ രീതിയിലൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഒരു പോസ്റ്റ് ചേർന്ന് ട്വിറ്ററിൽ കണ്ടായിരുന്നു. അത് തമാശയ്ക്ക് പറഞ്ഞതാണ് എൻ്റെ കൂടെ തന്നെ. അപ്പം വിജയ് എന്തായാലും അദ്ദേഹത്തിന് കുറച്ച് സീറ്റുകൾ കിട്ടണമെന്നാണ് ഒരു വ്യക്തിപരമായിട്ട് എൻ്റെ ഒരു ആഗ്രഹം. കാരണം അല്ലെങ്കിൽ നമ്മളൊരു ഡെമോക്രസിയിൽ, കാരണം അവിടെ ADMK ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മറ്റൊരു പാർട്ടിയുടെ ഒരു പൊളിറ്റിക്കൽ ഫ്രണ്ട് കൂടെ വരണമെന്ന് തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് എന്തെങ്കിലും ഒരു പിന്നെ അദ്ദേഹം കൂടെ ജയിച്ചൊരു അവിടുത്തെ നിയമസഭയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ എത്രത്തോളം ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ളൊരു സിനിമാ നടൻ തന്നെ വിജയേക്കാൾ എത്രത്തോളം ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ നടത്തി മാറ്റം വരുന്നു എന്നൊക്കെ നമുക്ക് ഒരു സാധാരണ ഒരു സിനിമാ പ്രേക്ഷകൻ എന്ന രീതിയിൽ അറിയാൻ ആഗ്രഹമുണ്ട്.